ജൂലൈ 3 വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ദുഃഖാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഒത്തിരി നന്ദിയോടെ വേണം തോമാസ് ശ്ലീഹായെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു വികാരം എന്ന് പറയുന്നത്. വചനമായ ഈശോയെ ഈ ഭൂമിയിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാരത മണ്ണിലേക്ക്, കേരള മണ്ണിലേക്ക് കൊണ്ടുവരാൻ കടൽ താണ്ടി ഏറെ ദൂരം സഞ്ചരിച്ച ശ്ലീഹ എന്ന നിലയിൽ തോമാസ് ശ്ലീഹായോട് നാം വലിയ രീതിയിൽ കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ തോമസ് ഇന്ത്യയിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈശോയെക്കുറിച്ച് അറിയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നേനെ. സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നതിന് മുൻപ് തന്നെ AD 52 തോമാസ് ശ്ലീഹ കേരള മണ്ണിൽ കാലുകുത്തിയെന്നാണ് പറയുന്നത്. അതായത് സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നതിന് മുമ്പ് റോമിലോ അല്ലെങ്കിൽ ജെറുസലേമിലൊക്കെ ഉള്ള ആൾക്കാർ ദൈവവചനം കൈകൊണ്ട് വായിച്ചറിയുന്നതിന് മുൻപ് തന്നെയും തോമാസ് ശ്ലീഹായിലൂടെ ഈശോയെക്കുറിച്ച് അറിയാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിച്ചു എന്നുള്ളത് നമുക്ക് നന്ദിയോടെ ഓർക്കാം. സുവിശേഷത്തിൽ തോമാസ് ശ്ലീഹായെ നാം കണ്ടുമുട്ടുന്നത് എപ്രകാരമാണ്, അല്ലെങ്കിൽ സുവിശേഷത്തിലൂടെ തോമാസ് ശ്ലീഹായെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു എത്തിനോട്ടം നമുക്കൊന്ന് ഈ ദുഃഖാന തിരുനാൾ നടത്തിയാലോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ പ്രത്യേകമായിട്ട് 3 തവണയാണ് തോമാസ് ശ്ലീഹായെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങളുള്ളത്. 4ാമതുകൊണ്ട് എങ്കിൽ പോലും വളരെ പ്രത്യേകമായിട്ട് 3 തവണ തോമാസ് ശ്ലീഹായെക്കുറിച്ചുള്ള വളരെ ഗഹനമായിട്ടുള്ള പ്രതിപാദ്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഈശോയുടെ സ്നേഹിതനായ ലാസർ മരിച്ചു എന്നുള്ള സത്യം ഈശോ തിരിച്ചറിയുമ്പോൾ അവിടേക്ക് പോകാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദരെ ഭയന്ന് മറ്റു ശിഷ്യന്മാർ ഈശോയെ തടയുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. ഈശോ, നീ അങ്ങോട്ട് പോവരുത്, യഹൂദർ നിന്നെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ തോമാസ് ശ്ലീഹ വളരെ ധൈര്യപൂർവ്വം മുമ്പോട്ട് കടന്നു വന്ന് അവനോട് കൂടെ മരിക്കാൻ നമുക്കും പോകാം, അല്ലെങ്കിൽ അവൻ്റെ കൂടെ നമുക്കും മരിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ധൈര്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. നമ്മുടെ പാലാ രൂപതയുടെ മെത്രാനായിട്ടുള്ള കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഒരു പ്രസംഗത്തിൽ കേട്ടത് പ്രകാരം ഈശോയോട് കൂടി മരിക്കുന്നതാണ് ഈശോ ഇല്ലാതെ ജീവിക്കുന്നതിലും മെച്ചമെന്ന് തോമസ് കരുതിയെന്നാണ് പിതാവ് അവിടെ പറയുന്നത്. ഈശോയോട് കൂടി മരിക്കുന്നതാണ് ഈശോ ഇല്ലാതെ ജീവിക്കുന്നതിലും മെച്ചമെന്ന് തോമസ് കരുതിയെന്ന്. വളരെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിരുന്നു തോമാസ് ശ്ലീഹ അവിടെ ഏറ്റുപറഞ്ഞത്. ധൈര്യപൂർവ്വം തോമാസ് ശ്ലീഹായെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ധൈര്യം കടന്നു വരുന്നത് തോമസിൻ്റെ ഈശോയോടുള്ള ആഴമേറിയ സ്നേഹത്തിൽ നിന്നായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈശോയുടെ നീണ്ട വിടവാങ്ങൽ പ്രസംഗത്തിന്റെ സമയത്ത് ഈശോ വളരെ കാര്യമായിട്ട് ഓരോ ദൈവിക രഹസ്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രത്യേകമായിട്ട് ഈശോ പിതാവിന്റെ പക്കൽ നമുക്കായി ഒരുക്കുന്ന വാസസ്ഥലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകും, അവിടെ പോയി കഴിയുമ്പോൾ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വീണ്ടും വരുമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഒരുപാട് വാസസ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സ്വർഗത്തെക്കുറിച്ചൊക്കെയുള്ള രഹസ്യങ്ങൾ പറഞ്ഞു തരുവാണ്. തോമാസ് ശ്ലീഹ ഈശോയുടെ നല്ല ഒരു ശിഷ്യനായിരുന്നു, ഒപ്പം നല്ല ഒരു വിദ്യാർത്ഥിയുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടുള്ളപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുട്ടിയും ഉഴപ്പാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുട്ടിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ടീച്ചർ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചെടുക്കാനുമുള്ള ഒരു തീഷ്ണതയും ഒരു ത്വരയുമൊക്കെ നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കുണ്ട്. തോമാസ് ശ്ലീഹായും ഈശോയുടെ സ്കൂളിൽ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. ഈശോ അങ്ങനെ കാര്യഗൗരവമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഈശോ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ പോകുന്ന ഇടം നിങ്ങൾക്കറിയാം, പോകുന്ന വഴി നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും തോമാസ് ശ്ലീഹ നോക്കുവാണ്, കാര്യമായിട്ട് അദ്ദേഹത്തിനൊന്നും പിടികിട്ടുന്നില്ല. കൂടെയുള്ള ആരും പേടിച്ചിട്ടാണോ അതോ ചോദിക്കാനുള്ള മടി കൊണ്ടാണോ ചോദിക്കുന്നില്ല. അപ്പോൾ ഈ തോമാസ് ശ്ലീഹ ഒരു ഗൗരവത്തോടു കൂടിയാണ് ഈശോയുടെ പ്രഭാഷണങ്ങളെ കേട്ടിരുന്നത് എന്ന് നമുക്ക് തോന്നിക്കുമാറ് തോമസ് എടുത്ത് ചോദിക്കുകയാണ്, കർത്താവെ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയുമെന്നുള്ളത്. നിഷ്കളങ്കമായ ആ ചോദ്യത്തിന് മുമ്പിലാണ് ഈശോ സ്വർഗത്തിൻ്റെ ആ വലിയ സത്യം ഈ മനുഷ്യർക്ക് അല്ലെങ്കിൽ ഭൂമിയിലുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നുള്ളത്. തോമാസ് ശ്ലീഹായുടെ ആ നിഷ്കളങ്കമായ ചോദ്യം എങ്ങനെയും ഈശോയുടെ അടുക്കൽ പോകണമെന്നുള്ള, അല്ലെങ്കിൽ ഈശോ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി ഇനി അത് പറയാതെ ഈശോ അത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടമാകുമല്ലോ എന്നുള്ള നിഷ്കളങ്കമായ ചോദ്യം, ആ ഒരു സത്യം അറിയാനുള്ള തോമസിന്റെ ആഗ്രഹം ഇവിടെ പ്രകടമാകുകയാണ്. അതിനുള്ള ഉത്തരമാണ് വലിയ സമ്മാനം. ഈശോയാണ് ഏക രക്ഷകൻ, ഈശോയിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല എന്നുള്ള ആ വലിയ സത്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വീണ്ടും നമ്മൾ തോമാസ് ശ്ലീഹായെ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ കണ്ടെത്തുന്നത് ഉത്തിതനായ ഈശോയുടെ പക്കൽ തോമസ് നിൽക്കുന്ന രംഗമാണ്. തോമസിനെ നമ്മൾ ഡൗട്ടിങ് തോമ, സംശയാലുവായ തോമസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം സംശയാലു എന്നതിനേക്കാൾ ഉപരിയായിട്ട് തെളിവുകളോടുകൂടി ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ള ആ ഒരു വലിയ ആഗ്രഹമാണ്. താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനം ഉണ്ടായിരിക്കണം, താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക്
കാരണം ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് സംശയാലു എന്ന തോമസിനേക്കാളും കൂടുതൽ ചേരുന്നതെന്ന് തോന്നുന്നു. മറ്റു ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുമ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പോയി എന്ന് കരുതുന്നേക്കാളും ഉപരിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, പിതാവിന്റെ പ്രസംഗത്തിൽ കേട്ടത് പ്രകാരം തോമസ് ഈശോയെ അന്വേഷിച്ചു പോയതാണ്. ഈശോയെ പിരിഞ്ഞിരിക്കാൻ തോമസിന് പറ്റാത്തത് കൊണ്ട് ഉത്തിതനായ ഈശോയുടെ ശരീരം, അല്ലെങ്കിൽ ഈശോ ഉയർപ്പിക്കപ്പെട്ടു എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ കർത്താവിന്റെ ശരീരം എവിടെ പോയി എന്നുള്ളത് അന്വേഷിച്ചിറങ്ങിയതാണ് തോമസ് എന്ന് ആ പ്രസംഗത്തിൽ കേൾക്കുന്നുണ്ട്. തോമസിന് നഷ്ടമായ ആ ഈശോയുടെ അനുഭവം വീണ്ടും കിട്ടണമെന്നുള്ള ആഗ്രഹവും എൻ്റെ കർത്താവിൻ്റെ മുറിപ്പാടുകൾ കാണാനും എനിക്ക് വേണ്ടി ചിന്തിയ അവൻ്റെ രക്തപ്പാടുകൾ കണ്ട് മനസ്സിലാക്കാനും അവൻ വിശ്വാസം അർപ്പിക്കാനുമുള്ള തോമസിന്റെ സ്നേഹമാണ്, ആ ഒരു സ്നേഹത്തിന്റെ വിങ്ങിപ്പൊട്ടലാണ് ശരിക്കും പറഞ്ഞാൽ ശാഠ്യത്തിന് പിന്നിലുള്ള കാരണം. അങ്ങനെ ഈശോ അതിന് സമ്മതിക്കുകയും മുമ്പോട്ട് കടന്നു വന്ന് തോമസെ, നീ കടന്നു വരിക, എൻ്റെ പാർശ്വത്തിലും വിലാവിലും നിന്റെ കൈകൾ വയ്ക്കുക, ഇത് കാണുക, വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് ഒരിക്കലും തെളിവുകൾ അന്വേഷിച്ച തോമസ് വീണ്ടും കർത്താവിന്റെ മുറിപ്പാടുകളിൽ വിരലിടുന്നതായിട്ടോ വിലാവിൽ കൈവെക്കുന്നതായിട്ടോ സുവിശേഷത്തിൽ വായിക്കുന്നില്ല. മറിച്ച് ഒരു വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനം തോമസ് നടത്തുകയാണ്. തെളിവുകൾ അന്വേഷിച്ചു വന്ന തോമസ് വിശ്വാസത്തിന്റെ ഒരു സമ്പൂർണമായ സമർപ്പണം ഈശോയിലേക്ക് ചെരിയുകയാണ്. അതിപ്രകാരമാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ, സുറിയാനിയിൽ മാർവാലാഹ് എന്ന് പറയും. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ളത് വലിയൊരു വിശ്വാസത്യമാണ്. അത് പെട്ടെന്ന് ഈശോയെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതത്തിന്റെ, ഒരു ആശ്ചര്യത്തിന്റെ, ഒരു വികാര തള്ളലല്ല, മറിച്ച് അത് വലിയൊരു ദൈവശാസ്ത്ര സത്യം കൂടിയാണ് അവിടെ ഏറ്റുപറയുന്നത്. എൻ്റെ കർത്താവ് എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് തന്നെയാണ് എൻ്റെ ദൈവം എന്നുള്ളത്. കർത്താവ് എന്ന പദത്തിന് യോഹന്നാനോട് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് കിരിയോസ് എന്ന വാക്കാണ്. സെപ്തുജിന്ത് ബൈബിളിൽ കർത്താവിന്, പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ഉപയോഗിച്ചിരുന്ന വാക്കും കിരിയോസ് എന്നാണ്. ഇതറിയാവുന്ന തോമസ് പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ ദൈവം തന്നെയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ഈ ഈശോ, അല്ലെങ്കിൽ എൻ്റെ ഈ ദൈവം എന്നുള്ളത് ഏറ്റുപറയുന്ന രംഗം കൂടിയാണ്. തോമസിന്റെ വിശ്വാസ പ്രഖ്യാപനം ബെനഡിക്റ്റ് 16 പാപ്പായുടെ വാക്കിൽ പുതിയ നിയമത്തിലെ ഏറ്റവും ശോഭയേറിയ വിശ്വാസ സത്യമാണ്, ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. ഈശോയോട് നേരിട്ട് നടത്തുന്ന, നീ ദൈവമാണ് എന്ന് നേരിട്ട് പറയുന്ന വിശ്വാസ പ്രഖ്യാപനം മറ്റ് പത്രോസിന്റെയും മർത്തായുടെയും വിശ്വാസ പ്രഖ്യാപനത്തിൽ നിന്ന് ഒട്ടും താഴെയല്ല, അതിന് മുകളിലാണ് എന്ന് ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞു വയ്ക്കുന്ന രംഗമുണ്ട്. തോമാസ് ലീഹായെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു വിങ്ങിപ്പൊട്ടലുണ്ടാകണം. വചനമാകുന്ന ഈശോയെ ഈ ഭൂമിയിൽ എത്തിച്ചേരാൻ വേണ്ടി കടലുകൾ താണ്ടി ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ വേണ്ടി കടന്നു വന്ന ശ്ലീഹ. വിശുദ്ധ അഗസ്തീനോസ് പറയും പ്രകാരം തോമസ് സംശയിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോമസ് സംശയിച്ചത്. ഞാൻ ഇന്ത്യയിലേക്ക് കടന്നു വരും, അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് കടന്നു എന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ അവിടെ ആ നാട്ടിൽ കർത്താവിന്റെ സുവിശേഷത്തിന് അടിസ്ഥാനമുണ്ടെങ്കിൽ അതിൻ്റെ ബോധ്യം, കൃത്യമായ ബോധ്യം, അനുഭവിച്ചറിഞ്ഞ ബോധ്യം എനിക്കുണ്ടായിരിക്കണമെന്നുള്ള ശാഠ്യമായിരിക്കാം തോമസിനെ അത്തരത്തിലൊരു തെളിവിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തൊട്ടറിഞ്ഞവന്റെ വിശ്വാസത്തിൽ നിന്ന് ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ 2026 വർഷം മുമ്പോട്ട് പോകുമ്പോഴും നമുക്ക് ഈശോയുടെ സജീവ സാക്ഷിയായി മാറാം, കർത്താവിൻ്റെ ഹൃദയത്തിൽ തൊട്ട വിശ്വാസം പേർന്നവരായി മാറാം. അതിന് തോമാസ് ലീഹായുടെ മാധ്യസ്ഥം നമുക്കുണ്ടായിരിക്കട്ടെ. ആമേൻ.